സർ, പ്രേംകുമാർ. സർ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ചു മരിക്കും എന്ന് പറഞ്ഞ പത്രമുതലാളിയുടെ പത്രത്തിൽ വിലക്കയറ്റത്തോതിൽ കേരളം വീണ്ടും ഒന്നാമത് എന്ന് പറഞ്ഞൊരു വാർത്ത പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ വാർത്തയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുണ്ടറ അംഗം ഇവിടെ അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് വിഷയം അവതരിപ്പിച്ചത്. അതിൽ പറയുന്ന 8 മാസത്തെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ UDFൻ്റെ ഭാഗമായി ചർച്ച ചെയ്തവരെല്ലാം പറഞ്ഞത്, നിങ്ങളിങ്ങനെ 10 വർഷം മുമ്പ് നടന്ന കാര്യം പറയാതെ ഇപ്പം നടക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയൂ എന്നാണ് പറയുന്നത്. 2023-24 ഈ വർഷത്തെ രാജ്യത്ത് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇൻഫ്ലേഷൻ്റെ നിരക്കുണ്ട്. ആ നിരക്കിൽ ആന്ധ്ര 5.5, ഗുജറാത്ത് 5.7, കർണാടക 5.8, തമിഴ്നാട് 5.4, തെലങ്കാന 6.4, ഇന്ത്യ 5.4, ദേശീയ ശരാശരി 5.4, കേരളം 5%. 23-24 കണക്കാണ് പറഞ്ഞത്. എന്നത്തെങ്കിലും കണക്കല്ല. ഈ കണക്ക് വസ്തുതയല്ല എന്ന് പറയാൻ പറ്റുമോ? രാജ്യത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കല്ലേ. ഓരോ മാസത്ത് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കണക്കാക്കിക്കൊണ്ട് ഇൻഫ്ലേഷനെ സംബന്ധിച്ച് സഭയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ അവസാനിക്കുന്നുണ്ടോ? നാഷണൽ സാമ്പിൾ സെക്യൂരിറ്റി ഓഫീസ് 2023-24 കണക്ക് രാജ്യത്തെ ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട്. ഭക്ഷ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള 35 പ്രദേശങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാ? അതിൽ 34ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഭക്ഷ്യ ഉപഭോഗ വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന ഏറ്റവും മികച്ച സംസ്ഥാനം ഈ കേരളം എന്ന നിലയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ട കണക്കുണ്ടല്ലോ. ആ കണക്ക് നിഷേധിക്കാൻ പറ്റുമോ? കഴിഞ്ഞ കണക്കിനെ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാം. അത് പറയുന്നതിൽ വിരോധം കൊണ്ടിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, ഇവിടെ ഓഖി വന്നല്ലോ. കേരളത്തിൽ ഓഖി വന്നപ്പോൾ 8.31 കോടി രൂപ 3555 മെട്രിക് ടൺ അരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചു. സൗജന്യമായി കൊടുത്ത അരിയ. 1 കിലോ അരിക്ക് 23 രൂപ 38 പൈസ നിരക്കിൽ കൊടുത്തു. ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചു. ഒരു MP, ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള MP, കേരളത്തിലെ MP-മാർ ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞോ? എന്തെങ്കിലും നിലയിൽ പ്രളയത്തിന്റെ ഭാഗമായി 205.8 കോടി രൂപയുടെ അരി കേരളത്തിൽ കൊടുത്തു സൗജന്യമായിട്ട്. 89,540 മെട്രിക് ടൺ. ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചു. ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞോ കോൺഗ്രസിന്റെ MP-മാർ? കോൺഗ്രസ് കോവിഡിന്റെ കാലത്ത് 3.05 ലക്ഷം മെട്രിക് ടൺ അരി, 649 കോടി രൂപ അരി വിതരണത്തിന് കേരളത്തിലെ ഗവൺമെന്റ് സൗജന്യമായി നൽകി. കേരളത്തിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അരി എത്രയാ? വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ അരിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലെത്തല് ആര് ഭരിച്ചാലും നടക്കുന്ന കാര്യമല്ല. UDF വന്നാൽ കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വസ്തുതകൾ പറയുന്നതിന് പകരം 862.39 കോടി രൂപ ഓക്കിക്കും പ്രളയത്തിനും കോവിഡിനുമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് അരിയുടെ വിഹിതം സൗജന്യമായി നൽകുന്നതിന് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിച്ചപ്പോൾ ആ പൈസ പൂർണ്ണമായും കേന്ദ്രം തിരിച്ചു പിടിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തെ BJP ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ പറയാത്തവരാണ് കോൺഗ്രസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി എന്നത്തെങ്കിലും കാര്യമല്ല. ഓണക്കാലത്ത് അധികം അരി നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി ജൂലൈ 1-ന് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ഭക്ഷ്യമന്ത്രി അധിക അരി വീതം ചോദിച്ചു പോയല്ലോ ഡൽഹിയിൽ. എന്താ പറഞ്ഞത്? കേരളത്തിലുള്ളവരൊക്കെ പണക്കാരാണെന്നാ പറഞ്ഞത്. അതിനുശേഷം പാർലമെന്റ് സമ്മേളനം നടന്നല്ലോ. കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇങ്ങനെ കേരളത്തിനുള്ള ഓണസമയത്തുള്ള അരി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, അത് ശരിയല്ല, അധികം അരി വീതം അനുവദിക്കണമെന്ന് പറഞ്ഞോ? ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരായിട്ട് കോൺഗ്രസ് മാറുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ 1 കിലോ അരിയുടെ വില എന്താ? 63 രൂപയാണ് അവിടെ പുഴുങ്ങല്ലരി. 63 രൂപ. 40 രൂപയാണ് മറ്റരി. ഈ കേരളത്തിൽ 40 രൂപയ്ക്കും 45 രൂപയ്ക്കും പൊതുമാർക്കറ്റിൽ അരി ലഭിക്കുന്ന സ്ഥിതിയുണ്ട്. 45 രൂപ കേരളത്തിലെ അരിയുടെ വില.
അരി ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രയിലും കർണാടകയിലും വരെ അരിയുടെ വില ആ നിലയിൽ വർദ്ധിക്കുമ്പോൾ കേരളം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് നല്ല തോതിൽ ഇടപെടുക. ആ ഇടപെടലിന്റെ കാര്യം കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. ആ കാര്യം എന്ന് പറയുന്നത് കേരളത്തില് പപ്പടം വെളിച്ചെണ്ണ സമാഗമം നടക്കില്ല എന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. പപ്പടം വെളിച്ചെണ്ണ സമാഗമൊക്കെ നന്നായി നടന്നിട്ടുണ്ട്. 22,36,441 ലിറ്റർ വെളിച്ചെണ്ണ കേരളത്തിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു സാർ. കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടതാണ്, വിപണിയിൽ ഇടപെട്ടതാണ്. മാത്രമല്ല വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താന്നാണ് പറഞ്ഞത്. വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തണം, കേരളത്തിലെ ഗവൺമെന്റ് നടത്തണമെന്നാണ് പറഞ്ഞത്. എന്തിനും കോൺക്ലേവ് നടത്തുന്നു എന്നാണ്. എന്താ പരാമർശത്തിന്റെ അടിസ്ഥാനം? ഇന്നിപ്പോ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന നിലയിൽ കോൺക്ലേവ് നടത്തുമെന്ന് പറഞ്ഞു. അതിനെ പരിഹസിച്ച് പറയാ, നിങ്ങൾക്ക് നടത്താൻ പറ്റിയ കോൺക്ലേവ് ഉണ്ട്, അത് ഗൈനക്കോളജി കോൺക്ലേവ് ആണ് കോൺഗ്രസിന് നടത്താൻ പറ്റുന്നത്. ആ കോൺക്ലേവ് കോൺഗ്രസ് നടത്തട്ടെ. ആ കോൺക്ലേവ് നടത്താൻ അർഹരായിട്ടുള്ള MLA-മാർ സഭയിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവർ എന്നതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, പൊതുമാർക്കറ്റിലുള്ളതിനേക്കാൾ വില സപ്ലൈകോയിലുള്ള സാധനങ്ങൾക്ക് വിറ്റൊരു കാലം ഉണ്ടായിരുന്നു. 2/4/2015 മാധ്യമം പത്രം. രുചി ഗോൾഡിന്റെ പാം ഓയിലിന് പൊതുമാർക്കറ്റിൽ 53 രൂപ, സപ്ലൈകോ വില 65-30. സൺറിച്ച് പാം ഓയിലിന്റെ വില 73, സൺഫ്ലവർ ഓയിലിന്റെ വില 73 രൂപ പൊതുമാർക്കറ്റിലുള്ളപ്പോൾ 81.90 രൂപയ്ക്ക്, 89 രൂപ 90 പൈസയ്ക്കാണ് അത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ വിറ്റത്. പിയേഴ്സ് സോപ്പ് 3 എണ്ണം 2015 അത് 143 രൂപ പൊതുമാർക്കറ്റിൽ വിലയുള്ളപ്പോൾ 163 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിറ്റവരാണ്. കേരളത്തിൽ 915 കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. നന്മ സ്റ്റോർ തുടങ്ങിയാണ് കോൺഗ്രസ് എല്ലാം പൂട്ടി. 1629 സപ്ലൈകോ ഔട്ട്ലെറ്റ് ഉണ്ട്. 14,349 റേഷൻ കടയുണ്ട് കേരളത്തിൽ. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ പൊതുവിതരണ സമ്പ്രദായം ഇടപെട്ട് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നാടാണ് കേരളം. ഈ കേരളത്തിൽ ജനങ്ങൾക്ക് ഓരോ ആഘോഷവേളകളിലും അവർക്ക് ആനന്ദകരമായി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് വിലക്കയറ്റത്തിന്റെ ആ നിലയിലുള്ള ദുരിതവും പ്രയാസവും മനസ്സിലാകാതെ അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് ഈ നാടിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ആ അറിവാണ് കേരളത്തിലെ ജനങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നു എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.